ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ്ഭഗവദ്ഗീത ഷോഡശോऽധ്യായഃ. ദൈവാസുരസമ്പദ്വിഭാഗയോഗഃ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-ാം അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗയോഗം തുടങ്ങുന്നു. ഭഗവത്ഗീതയിൽ മുഖ്യമായി ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന 3 മാർഗങ്ങൾ കർമ്മവും ഭക്തിയും ജ്ഞാനവുമാണ്. ജീവിതം സഫലമാകണമെങ്കിൽ അത് കർമ്മവും ഭക്തിയും ജ്ഞാനവും നിറഞ്ഞതാവണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ ഘടകങ്ങളും സേവനമയവും പ്രേമമയവും ജ്ഞാനമയവും ആയിരിക്കണം. ലോകസംഗ്രഹാർത്ഥമുള്ള കർമ്മം നിഷ്കാമകർമ്മമാണ്. അതാണ് ഗീത ഉദ്ഘോഷിക്കുന്നത്. ആത്മാർത്ഥമായ ഭക്തിയും ജ്ഞാനവും കൊണ്ട് ഹൃദയം നിറയുന്നില്ലെങ്കിൽ യഥാർത്ഥമായ ലോകസേവനം സാധ്യമാവുകയില്ല. കർമ്മമാർഗം ശരിയാകണമെങ്കിൽ തെളിഞ്ഞ ഭക്തി തന്നെ വേണം. തികഞ്ഞ ജ്ഞാനവും വേണം. കർമ്മ ഭക്തി ജ്ഞാനങ്ങൾ ഐക്യം പ്രാപിക്കുന്ന പരമാവസ്ഥയാണ് പുരുഷോത്തമ യോഗം. അസമ്മൂഢൻ അജ്ഞാനിയല്ലാത്തവനാണ് പുരുഷോത്തമ സ്വരൂപജ്ഞാനത്തിന് അധികാരി എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. അങ്ങനെ അധികാരിയാകുന്ന മുമുക്ഷു ദൈവീ സമ്പത്ത് സമ്പാദിക്കുകയും ആസുരീ സമ്പത്ത് വർജിക്കുകയും വേണം. സൃഷ്ടികളുടെ ദൈവികവും ആസുരവും രാക്ഷസവുമായ പ്രകൃതികളെപ്പറ്റി 9-ാം അധ്യായമായ രാജവിദ്യ രാജഗുഹ്യയോഗത്തിൻ്റെ 12ഉം 13ഉം ശ്ലോകങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മോഘാശാമോഘകർമാണോ മോഘജ്ഞാനാവിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിയും മോഹിനീം ശ്രിത. വ്യർത്ഥമായ ആഗ്രഹങ്ങളോടും വ്യർത്ഥമായ കർമാനുഷ്ഠാനങ്ങളോടും കൂടിയും നിരർത്ഥകമായ അറിവ് സമ്പാദിച്ചും ചേതസ്സറ്റ അവർ വിമോഹിതരായി രാക്ഷസീയവും ആസുരവുമായ പ്രകൃതത്തോട് അഥവാ അങ്ങനെയൊരു മനോഭാവത്തോട് കൂടിയവർ തന്നെയാകുന്നു എന്ന് 12-ാം ശ്ലോകത്തിലും മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഃ ഭജന്ത്യനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. ഹേ പാർത്ഥ, മഹാത്മാക്കളാകട്ടെ ദൈവീക സ്വഭാവമുള്ളവരായി മറ്റു വിഷയങ്ങളിൽ താൽപ്പര്യമില്ലാതെ ഞാൻ ആദിപുരുഷനും നാശരഹിതനുമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ ഭജിക്കുന്നു എന്ന് 13-ാം ശ്ലോകത്തിലും പറഞ്ഞുവെച്ചു. ഇവയിൽ ദൈവീക പ്രകൃതി സംസാരത്തിൽ നിന്നുള്ള മോക്ഷത്തിനും ആസുരവും രാക്ഷസവുമായ പ്രകൃതികൾ ബന്ധനത്തിനും ഇടയാക്കുന്നതിനാൽ ദൈവീക പ്രകൃതി പ്രയത്നിച്ച് സമ്പാദിക്കേണ്ടതാണെന്നും മറ്റു രണ്ടും വർജിക്കേണ്ടതാണെന്നും വിസ്തരിച്ച് മനസ്സിലാക്കുന്നതിനായി ദൈവാസുര സമ്പദ് വിഭാഗയോഗം എന്ന 16-ാം അധ്യായം തുടങ്ങുകയാണ്. ഇതിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ ദൈവീ സമ്പത്തിനെ ഭഗവാൻ ഉപദേശിക്കുകയാണ്. അതിൽ 26 സദ്ഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആദ്യത്തെ ശ്ലോകം ശ്രീ ഭഗവാനുവാച അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗവ്യവസ്ഥിതിഃ ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായസ്തപ ആർജവം. ശ്രീ ഭഗവാൻ പറഞ്ഞു, അഭയം ഭയമില്ലായ്മ, സത്വസംശുദ്ധി അന്ധക്കരണശുദ്ധി, ജ്ഞാനയോഗവ്യവസ്ഥിതി ജ്ഞാനയോഗത്തിലുള്ള നിഷ്ഠ, ദാനം ദമഃ യജ്ഞഃ ച ദാനവും ദമവും യജ്ഞവും, സ്വാധ്യായഃ തപഃ ആർജവം സ്വാധ്യായം എന്നാൽ അധ്യയനം ചെയ്യൽ, തപഃ തപസ്, ആർജവം എന്നാൽ വക്രതയില്ലാത്ത സ്വഭാവം. ശ്രീ ഭഗവാൻ പറഞ്ഞു, നിർഭയത, ഹൃദയശുദ്ധി, ജ്ഞാനനിഷ്ഠയിലെ സ്ഥിരത, ദാനം, ദമം അഥവാ ഇന്ദ്രിയ നിഗ്രഹണം, യജ്ഞം, സ്വാധ്യായം, തപസ്, ആർജവം എല്ലാം ദൈവീ സമ്പദ് ഗുണങ്ങളാകുന്നു. ആധ്യാത്മിക ജീവിതം നയിക്കുന്ന
സംസ്കാര സമ്പന്നനായ ഒരു സാധകൻ ആചരിക്കുന്ന ഉത്കൃഷ്ട മൂല്യങ്ങളിൽ ഒന്നാമതായി പറയുന്നത് അഭയം ആണ്. അഭയം എന്നാൽ ഭയമില്ലായ്മ, ഭീരുത്വമില്ലായ്മ. ഞാൻ ഈ ശരീരമാണ് എന്ന ദേഹാത്മബുദ്ധിയിൽ നിന്നാണ് ഭയം ജനിക്കുന്നത്. എന്നാൽ സർവാത്മബുദ്ധി ഉണ്ടായാൽ, എല്ലാം ആത്മാവാണ് എന്ന ബുദ്ധി ഒരുവനിൽ ഉറച്ചാൽ പിന്നെ അവിടെ ഭേദബുദ്ധിയില്ല, അവനെ ഭയപ്പെടുത്തുന്ന മറ്റൊന്നും ഇല്ല. ഇത് സ്ഥിതപ്രജ്ഞൻ്റെയും ഭക്തൻ്റെയും ഗുണാതീതൻ്റെയും ലക്ഷണങ്ങളിൽ പെടുന്നു. സത്വസംശുദ്ധി എന്നാൽ അന്ധക്കരണശുദ്ധി. മറ്റുള്ളവരുമായ വ്യവഹാരങ്ങളിൽ വഞ്ചന, മായം, കളവ് എന്നിവയില്ലാതെ ശുദ്ധഭാവത്തിൽ വ്യവഹരിക്കുക. അടുത്തത് ജ്ഞാനയോഗ വ്യവസ്ഥിതി, ജ്ഞാനനിഷ്ഠ. പരമാത്മതത്വം അറിയാനും അറിഞ്ഞത് ദൃഢപ്പെടുത്താനുമുള്ള വ്യഗ്രത. വിഷയോന്മുഖമാകാതെ ഇന്ദ്രിയങ്ങളെ അടക്കി ഏകാഗ്രമാക്കുക. അത് ദൈവികവും സാത്വികവുമായ സമ്പത്ത് തന്നെയാണ്. ന്യായമായി സമ്പാദിച്ചതിനെ പ്രതിഫലേച്ഛയില്ലാതെ കൊടുക്കുന്നതാണ് ദാനം. ബാഹ്യവിഷയങ്ങളിൽ അലയാൻ വിടാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നതിനെയാണ് ദമം എന്ന് പറയുന്നത്. മനസ്സും ബുദ്ധിയും ധ്യാനത്തിന് സമർത്ഥമാവണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലായിരിക്കണം. ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കുന്ന ഈശ്വരാരാധനാരൂപത്തിലുള്ള കർമ്മസഞ്ചയമാണ് യജ്ഞം. ഫലേച്ഛ കൂടാതെയുള്ള ലോകസേവനം യജ്ഞമാണ്. ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ ശ്രദ്ധയോടെയുള്ള അർത്ഥമറിഞ്ഞുള്ള പഠനമാണ് സ്വാധ്യായം. അത് നിത്യവും ചെയ്യേണ്ടതുമാണ്. തപസ്സെന്നാൽ ചിത്തവൃത്തികളെ നിരോധിക്കുക, വിഷയങ്ങളിൽ നിന്നും ബോധപൂർവം പിന്മാറുക. അങ്ങനെ മനോവീര്യം പാഴാക്കാതെ ഉള്ളിൽ സംഭരിക്കുക. അടുത്തതായി പറയുന്ന ഗുണം ആർജവം, കാപട്യമില്ലായ്മ, വക്രതയില്ലാത്ത സ്വഭാവം. ഏതു വിഷയമായാലും അതിനെ വിചാരം ചെയ്ത് സത്യാവസ്ഥ മനസ്സിലാക്കി അത് മാത്രം പറയുക, പ്രവർത്തിക്കുക. ഈ ആരംഭ ശ്ലോകത്തിൽ ദൈവീ സമ്പത്തായി പറഞ്ഞിരിക്കുന്ന 9 ഗുണങ്ങൾ അഭയം, സത്വസംശുദ്ധി, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം, ദമം, യജ്ഞം, സ്വാധ്യായം, തപസ്, ആർജവം എന്നിവയാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ ഗുണങ്ങളുടെ വിവരണം തുടർന്ന് കാണാം. അഹിംസാ സത്യമക്രോധ ത്യാഗ ശാന്തിരപൈശുനം ദയാഭൂതേഷ്വലോലുപ്ത്വം മാർദവം ഹ്രീരചാപലം. അഹിംസ പരദ്രോഹം ചെയ്യാതിരിക്കൽ, സത്യം കള്ളത്തരമില്ലായ്മ, അക്രോധ ക്രോധം ഇല്ലായ്മ, ത്യാഗ ത്യാഗമനോഭാവം, ശാന്തി മനക്ഷോഭമില്ലായ്മ, അപൈശുനം പരദൂഷണം പറയാതിരിക്കൽ, ഭൂതേഷു ദയ ഭൂതദയ, അലോലുപ്ത്വം ദുര ഇല്ലായ്മ അത്യാഗ്രഹം ഇല്ലായ്മ, മാർദവം മൃദുത്വം, ഹ്രീ എന്നാൽ ലജ്ജ, അചാപലം ചാപല്യം ഇല്ലായ്മ. പരദ്രോഹം ചെയ്യാതിരിക്കൽ, കള്ളത്തരമില്ലായ്മ, ക്രോധമില്ലായ്മ, ത്യാഗമനോഭാവം, മനക്ഷോഭമില്ലായ്മ, പരദൂഷണം പറയാതിരിക്കൽ, ഭൂതദയ ദുരയില്ലായ്മ, മൃദുത്വം, ലജ്ജ, ചാപല്യമില്ലായ്മ എന്നീ 11 ഗുണങ്ങളാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കപ്പെടുന്നത്. ദൈവീ സമ്പത്തുള്ളവൻ്റെ മാനസിക നില ഇത്തരത്തിലെല്ലാം ആയിരിക്കും. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒരു പ്രാണിയെയും ഹിംസിക്കാതിരിക്കുകയാണ് അഹിംസ. സത്യം എന്നാൽ പ്രാണികൾക്ക് ഹിതമായതിനെ മാത്രം പറയുക, കള്ളം പറയരുത്. വസ്തുതകൾ എപ്രകാരമാണോ അപ്രകാരം തന്നെ പറയുക. അടുത്തത് അക്രോധം, ക്രോധമില്ലായ്മ. മനസ്സിൻ്റെ സ്വാഭാവികമായ പ്രതികരണമാണ് ദേഷ്യം. അതുണ്ടാവരുത് എന്ന് പറയാൻ ആർക്കും ആവുകയുമില്ല. എന്നാൽ അത് പുറത്ത് പ്രകടമാക്കാതെ നിയന്ത്രിച്ച് ക്രോധത്തിന് അധീനനായി പോകാതെ മനസ്സിൻ്റെ സാമ്യാവസ്ഥ നിലനിർത്താൻ പരിശീലിക്കണം. തൻ്റേതായി യാതൊന്നുമില്ലെന്നും എല്ലാം ഈശ്വരൻ്റേതാണെന്നും ഉറപ്പിച്ച് ത്യജിക്കാനുള്ള ബുദ്ധിയാണ് ത്യാഗം. അന്ധക്കരണം സ്വസ്ഥമായിരിക്കുന്നതാണ് ശാന്തി. മനസ്സിനെ വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കാതെ ചിത്തം ശാന്തവും പ്രസന്നവുമാക്കി നിർത്തുക.
മറ്റുള്ളവരുടെ ദോഷങ്ങളെ എടുത്തു പറയുന്നതാണ് പൈശുനം. ആ പൈശുനം എന്നാൽ പരദൂഷണവും ഏഷണിയും പറയാതെ ഇരിക്കൽ. ദുഃഖിക്കുന്നവരിൽ കൃപയും കാരുണ്യവും ഉണ്ടാവണം. മറ്റുള്ളവരെ ദുഃഖത്തിൽ നിന്നും നിവർത്തിപ്പിക്കാനുള്ള മനോഭാവമാണ് ഭൂതദയ. അടുത്തതായി പറയുന്ന ഗുണം അലോലുപ്ത്വം. കാണുന്നതും കേൾക്കുന്നതും എല്ലാം എനിക്ക് കിട്ടണം എന്ന ദുര ഇല്ലാതെയാവണം. അതിന് ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ആസക്തി ഇല്ലാതാവണം. അമിതമായ ഭോഗേച്ഛയില്ലാതെ ആത്മസംയമനത്തോടെ വർത്തിക്കലാണ് അലോലുപ്ത്വം. മാർദ്ദവം എന്നാൽ മൃദുത്വം, ക്രൂരസ്വഭാവം ഇല്ലാതെ ഇരിക്കൽ. ഹ്രീ എന്നതിനർത്ഥം ലജ്ജ എന്നാണ്. മറ്റുള്ളവർക്ക് ജാള്യം തോന്നുന്ന വാക്കും പ്രവൃത്തിയും കൂടാതെ ഇരിക്കുക. അർഹതയില്ലാത്ത കർമ്മം ചെയ്യുമ്പോഴുള്ള മനസ്സങ്കോചമാണ് ലജ്ജ. 11ാമതായി ഈ ശ്ലോകത്തിൽ പറയുന്നത് അചാപലം എന്ന ഗുണത്തെയാണ്. ചാപല്യം ഇല്ലാതെ ഇരിക്കൽ. മനസ്സിൻ്റെ ചാഞ്ചല്യം ശരീരാവയവങ്ങളുടെ ചലനത്തിൽ പ്രതിഫലിച്ച് കാണാം. നിരന്തരമായ അസ്വസ്ഥത, കൈകാലുകളും വാക്കും മര്യാദകേടായി ഉപയോഗിക്കുക, ഇവയൊക്കെ പ്രാകൃത സ്വഭാവമാണ്. അതുകൊണ്ട് അവയിലുള്ള നിയന്ത്രണത്തെ അചാപലം എന്ന് പറയുന്നു. വീണ്ടും വിവരണം തുടരുന്നു 3ാമത്തെ ശ്ലോകത്തിൽ. തേജക്ഷമാധൃതി ശൗചം അദ്രോഹോ നാതിമാനിത ഭവന്തി സമ്പദം ദൈവീം അഭിജാതസ്യ ഭാരത. തേജഃ ക്ഷമ, തേജസ് ക്ഷമ, ധൃതി ശൗചം ധൈര്യം, ബാഹ്യ ആഭ്യന്തര ശുദ്ധി, അദ്രോഹ ആരെയും ദ്രോഹിക്കാതിരിക്കൽ, നാതിമാനിത പൊങ്ങച്ചം കാട്ടാതിരിക്കൽ. ഈ ഗുണങ്ങളൊക്കെ ഹേ ഭാരത, അല്ലയോ അർജുന, ദൈവീം സമ്പദം ദൈവീ സമ്പത്തിനെ അഭിജാതസ്യ ഭവന്തി ആശ്രയിച്ച് ജനിച്ചവന് ഉണ്ടാകുന്നു. തേജസ്, ക്ഷമ, ധൈര്യം, ബാഹ്യാഭ്യന്തര ശുദ്ധി, ദ്രോഹബുദ്ധി ഇല്ലാതെ ഇരിക്കൽ, ഔദ്ധത്യം അഥവാ ഗർവില്ലായ്മ, ഇവയെല്ലാം ഈ 3 പദ്യങ്ങളിൽ പറഞ്ഞവയെല്ലാം തന്നെ അല്ലയോ ഭാരത, ദൈവീ സമ്പത്തോടെ ദൈവിക സ്വഭാവവിധിയോടെ ജനിച്ചവരുടെ ഗുണങ്ങളാകുന്നു. തേജസ് എന്നാൽ പ്രഗത്ഭതയാണ്. അന്യന്മാർക്ക് അതിക്രമിക്കാൻ സാധിക്കാത്ത ഉജ്ജ്വലതയാണത്. അല്ലാതെ ചർമ്മത്തിൻ്റെ വെറും തിളക്കമല്ല തേജസ്. അടുത്തതായി പറയുന്ന ക്ഷമ എന്ന വാക്കിനും സാധാരണയിൽ കവിഞ്ഞൊരു വ്യാപ്തിയുണ്ട്. മറ്റുള്ളവർ ദ്രോഹിക്കുമ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുക എന്നല്ല, എത്ര വലിയ എതിർപ്പുകൾക്ക് മുന്നിലും പതറാതെ അക്ഷോഭ്യനായി നേരിടാനുള്ള മനസ്ഥൈര്യമാണ് ക്ഷമ. മനസ്ഥൈര്യവും ഉത്സാഹവും നഷ്ടപ്പെടുമ്പോൾ സാധകനെ ഉത്തേജിപ്പിക്കുന്ന ആന്തരശക്തിയെയാണ് ധൃതി എന്ന് പറയുന്നത്. അന്ധഃകരണത്തിൽ നിന്നും ഉതിരുന്ന ആത്മവീര്യം. അത് സാധകൻ്റെ ക്ഷീണവും കുണ്ഠിതവും എല്ലാം മാറ്റി ശ്രദ്ധയും നിശ്ചയദാർഢ്യവും ഉണ്ടാക്കും. അടുത്തതായി പറയുന്നത് ശൗചം. ശൗചം എന്നാൽ ബാഹ്യ ആഭ്യന്തര ശുദ്ധിയാണ്. ഉള്ളുമാത്രം ശുദ്ധമായാൽ പോരാ, സാധകൻ്റെ ശരീരവും വസ്ത്രവും പെരുമാറുന്ന സ്ഥലവും എല്ലാം ശുചിയാക്കി വയ്ക്കണം. അദ്രോഹം എന്നാൽ അന്യരെ ഹിംസിക്കാൻ ആഗ്രഹിക്കാതെ ഇരിക്കുക. ആരും അന്യരല്ല, എല്ലാം ഒന്നാണ് എന്നുറച്ചവന് മറ്റൊന്നിനെ ദ്രോഹിക്കുന്നത് സ്വയം ദ്രോഹിക്കുന്നത് പോലെ തന്നെയാണ്. 26ാമത്തെ ഗുണമായി ഇവിടെ പറയുന്നത് നാതിമാനിത. തനിക്ക് ഉള്ളതോ ഇല്ലാത്തതോ ആയ യോഗ്യതകളെ വാനോളം വാഴ്ത്തി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നവൻ ഔദ്ധത്യം കാണിക്കുന്നവനാണ്, അതിമാനിയാണ്. അങ്ങനെ ഒരു ഭാവം ഇല്ലാതിരിക്കുന്ന അവസ്ഥ നാതിമാനിത. താൻ അത്യധികം പൂജ്യനാണ് എന്നുള്ള മതിപ്പ് ഇല്ലാതിരിക്കുക എന്നർത്ഥം. അഭയം എന്നതിൽ തുടങ്ങി ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ ദൈവീക പ്രകൃതിയിൽ ജനിക്കുന്നവൻ്റെ അഥവാ അത്രമാത്രം ഉത്കൃഷ്ടത അർഹിക്കുന്നവൻ്റെ പ്രകൃതമാണ്. പരസ്പര വിരുദ്ധങ്ങളല്ലാത്ത ഈ ഗുണങ്ങളെല്ലാം ഒരാളിൽ വളർന്ന് ഒരേ ലക്ഷ്യത്തിൽ ചെന്നെത്തും, പരമാത്മജ്ഞാനത്തിൽ. സാധകൻ ആ തത്വം തന്നെയായി മാറുന്നു. ഹരി ഓം തത്സത്.